അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഇതേതാ കിതാബാണെന്ന് അറിയോ? വഹീബുൽ ഇസ്ലാം അല്ലേ? ഏത് വഹീബുൽ ഇസ്ലാമാണ്? IPS 1ൻ്റെ വഹീബുൽ ഇസ്ലാം അല്ലേ? ഇതിൽ നമുക്ക് ഓരോ ചാപ്റ്ററും ഓരോ യൂണിറ്റും നമുക്ക് പ്രത്യേകമായിട്ട് എന്താക്കാം, വായിച്ച് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ഭാഗം മുതൽ നോക്കാൻ പോവാണേ. അപ്പോൾ ആദ്യത്തിൽ എന്താ വരുന്നത്? സൂറത്തുൽ ഫാത്തിഹ അല്ലേ? എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാലോ. ക്ലാസ് റൂമിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ ഒരുപാട് തവണ TV-യിലും ഓഡിയോ ഡിവൈസിലും ഒക്കെ സൂറത്തുൽ ഫാത്തിഹ ഓതി തന്നിട്ടുണ്ടല്ലേ. നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. എല്ലാവരും സൂറത്തുൽ ഫാത്തിഹ കൂടെ ഓതിയോ? മാഷാ അല്ലാഹ്, ഒരുപാട് പേര് ഓതിയിട്ടുണ്ട്. ഓതിയ ആളുകൾ കമൻറ്റിലൂടെ ഉസ്താദിനോട് പറയണേ ഓതിയിട്ടുണ്ടെന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത പേജിലാണ് യൂണിറ്റ് 1 തുടങ്ങുന്നത്. അൽ വഹ്ദത്തുൽ ഊല യൂണിറ്റ് 1. എന്താണ് യൂണിറ്റ് 1ൻ്റെ പേര്? ഖാലിഖുൽ കൗൻ, ലോകത്തിൻ്റെ സ്രഷ്ടാവ്, ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ് അല്ലേ? ലോകത്തിനൊക്കെ ഉണ്ടാക്കിയ നാഥൻ എന്നൊക്കെയാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്ന പാഠമാണ്. ആ പാഠത്തിൽ നല്ല ഒരുപാട് ചിത്രങ്ങളുണ്ട്. മരത്തിൻ്റെ ചിത്രമുണ്ട്, ഒരു വീടിൻ്റെ ചിത്രമുണ്ട്, അതിൻ്റെ അപ്പുറം ഒരു മലയുടെ ചിത്രമുണ്ട്, ഇവിടെ പശുക്കളുടെ ചിത്രമുണ്ട് അല്ലേ? പറക്കുന്ന പറവകളുണ്ട്, അതിൻ്റെ പിന്നിൽ ഉദിക്കുന്ന സൂര്യനുണ്ട്, മരങ്ങളുണ്ട്, ഒഴുകുന്ന ഒരു പുഴയുണ്ട്, ഒരു കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും ഒരു ചെടി നടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുള്ള വലിയൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എല്ലാവരും കാണുന്നില്ലേ? ഈ ചിത്രങ്ങളിലുള്ള ജീവികളെയും മരങ്ങളെയും പുഴകളെയും ഒക്കെ ഉണ്ടാക്കിയതാരാണ്? ഖാലിഖുൽ കൗൻ ആയിട്ടുള്ള അല്ലാഹു റബ്ബുൽ ആലമീനാണ് അല്ലേ? അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാട്ടൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട സൂറത്തായിട്ടുള്ള ഖുൽ ഹുവല്ലാഹു അഹദാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ പേരെന്താ? സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? മാഷാ അല്ലാഹ്. ഈ സൂറത്ത് എല്ലാവരും ഓതുമോ? എല്ലാവരും ഓതും അല്ലേ? ഒരുപാട് തവണ, കൂടുതൽ തവണ നമ്മൾ കേട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹുവിനെ കുറിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരുന്ന ഒരു സൂറത്തും കൂടിയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? അള്ളാഹു ഒരുവനാണ്, അവന് ഒരു സപ്പോർട്ടും ആവശ്യമില്ല, അവന് ഉമ്മയും ഉപ്പയും ഇല്ല, അവന് മക്കളില്ല, അവനെപ്പോലെ ആരുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ചെറിയ രീതിയിൽ നമ്മളെ പഠിപ്പിച്ച് തരുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ? എല്ലാവരും ഓതി നോക്കുന്നുണ്ടോ? ഓതി നോക്കണം കേട്ടോ. ഈ സൂറത്ത് നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ഓതിയിട്ട് നമ്മുടെ ബോഡിയിൽ ഊതണം, നമ്മുടെ ശരീരത്തിൽ ഊതിയിട്ട് ഒഴിയണം കേട്ടോ. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉമ്മ പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. നമുക്ക് അതിൻ്റെ അടിയിൽ ഒരു ദുആ കൊടുത്തിട്ടുണ്ട്, ഒരു ദിക്ർ. നമ്മൾ ഈ ദിക്ർ പഠിച്ചതാണ് അല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പം പഠിക്കണം. ഉസ്താദ് ചൊല്ലിത്തരാം, കൂടെ ചൊല്ലണം കേട്ടോ. നമുക്കിത് നോക്കി വായിക്കാൻ അറിയില്ല എന്നതുകൊണ്ട് പഠിക്കാതിരിക്കരുത്. ഇത് കേട്ട് പഠിക്കാനുള്ളതാണ്, വായിച്ച് പഠിക്കാനുള്ളതല്ല കേട്ടോ. അപ്പം നമ്മുടെ ഉമ്മാനെ കൊണ്ടും ഉപ്പാനെ കൊണ്ടും ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ നമ്മളെന്താക്കണം, ഇത് കേട്ട് പഠിച്ചിരിക്കണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് എന്താക്കണം, നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ ഈ ദിക്ർ, ഈ ദുആ നമ്മൾ എന്താക്കണം, ചൊല്ലണം. നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ ചൊല്ലണം, നമ്മൾ കിടക്കുന്ന സമയത്ത് ചൊല്ലണം. അങ്ങനെ നമുക്ക് ഫ്രീ കിട്ടുന്ന, ഓർമ്മ കിട്ടുന്ന സമയത്തൊക്കെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. എന്താ ഈ ദിക്ർ ചൊല്ലുന്നത്? അങ്ങനെ ചൊല്ലുക, നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. ഒന്നും കൂടി ചൊല്ലട്ടോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. കൂടെ ചൊല്ലണം കേട്ടോ. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ,
ഞാൻ നിന്നോട് നല്ല അറിവിനെ ചോദിക്കുന്നു, നല്ല ഭക്ഷണത്തിനെ ചോദിക്കുന്നു, അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അമലിനെ ചോദിക്കുന്നു, പ്രവൃത്തിയെ ചോദിക്കുന്നു. മനസ്സിലായോ? അതായത് നല്ല കാര്യങ്ങൾ, നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുകയാണ് ഇതിലൂടെ. അപ്പോൾ ഇത് ചൊല്ലിയാൽ, ഇത് എപ്പോഴും പതിവാക്കി ചൊല്ലിയാൽ, അള്ളാഹുവിനോട് ഈ ദുആ ചെയ്താൽ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല കളർഫുള്ളാക്കി മാറ്റാം. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ നുലാഹിലു വനഖൂലു, ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പറയാം. ഇവിടെ ഈ ചിത്രങ്ങളുടെയൊക്കെ നടുവിൽ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. എന്താ ഇത് വായിക്കുക? അള്ളാഹു അല്ലേ? അള്ളാഹു എന്നാണ് ഇത് വായിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് അറിയാലോ അല്ലേ? അള്ളാഹുവാണ് ഈ ചിത്രങ്ങളിൽ കാണുന്ന വസ്തുക്കളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, പടച്ചിട്ടുള്ളത് അല്ലേ? ചന്ദ്രനെ പഠിച്ചത് അള്ളാഹുവാണ്, ആകാശത്തെ പഠിച്ചത് അള്ളാഹുവാണ്, കടലിനെ പഠിച്ചത് അള്ളാഹുവാണ്, മരങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ്, നമ്മുടെ മനുഷ്യന്മാരെ പഠിച്ചത് അള്ളാഹുവാണ്, മൃഗങ്ങളെ പഠിച്ചത് അള്ളാഹുവാണ്, മലകളെ പഠിച്ചത് അള്ളാഹുവാണ്, മീനിനെ പഠിച്ചതും അല്ലേ, വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള മീനുകളെ പഠിച്ചത് അള്ളാഹുവാണ്, പാറിപ്പറക്കുന്ന മരത്തിലിരിക്കുന്ന പക്ഷികളൊക്കെ പഠിച്ചത് അള്ളാഹുവാണ്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏത് വസ്തു ആരാ പഠിച്ചതെന്ന് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയണം. ആരാ പഠിച്ചത്? ഹു അള്ളാഹു, അത് അള്ളാഹു ആണ് പഠിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഇപ്പോൾ ഉസ്താദ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾ ആരാ പഠിച്ചത്? ആരാ പഠിച്ചത്? അള്ളാഹു. നമ്മളെ പഠിച്ചതും നിങ്ങളെ പഠിച്ചതും എല്ലാം പഠിച്ചതും അള്ളാഹു ആണ്. ഓക്കെ, നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ ഒരു ഉമ്മയും ഒരു ഉപ്പയും കയ്യിൽ ചെറിയൊരു മാല പോലെ തസ്ബീഹ് പിടിച്ചിട്ടുണ്ട് അല്ലേ? കാണും, തസ്ബീഹ് മാലയാണ്, വെറും മാലയില്ല കേട്ടോ. ദിക്റുകൾ ചൊല്ലാനുള്ള, തക്ബീറുകൾ ചൊല്ലാനുള്ള, ദുആ ചെയ്യാനുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മാല നമ്മുടെ ഉമ്മയും ഉപ്പയും പിടിച്ചിട്ടുണ്ട് അല്ലേ? കാണുന്നുണ്ടല്ലോ. നമുക്ക് അതിൻ്റെ അടിയിൽ ആ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മുടെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാം ഇലല്ലാഹ് അർബ, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള 4 വാക്കുകൾ, അള്ളാഹുവിലേക്ക് പ്രിയങ്കരമായിട്ടുള്ള വാക്കുകൾ 4 എന്നാണ് പറയുന്നത്. ആ 4 വാക്കുകൾ ഏതൊക്കെയാണ്? 1 സുബ്ഹാനല്ലാഹ്, 2 വൽഹംദുലില്ലാഹ്, 3 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 4 അല്ലാഹു അക്ബർ. അങ്ങനെ 4 ദിക്റുകൾ ഇവിടെ ഉണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെ 4 ദിക്റുകൾ ഇവിടെ ഉണ്ട്. ഈ 4 ദിക്റുകൾ, ഈ 4 വാക്യങ്ങളാണ് അള്ളാഹുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈ ഉമ്മയും ഉപ്പയും കയ്യിൽ തസ്ബീഹും മാലയും പിടിച്ചിട്ട് ദിക്റുകൾ ചൊല്ലുന്നത്. അടുത്ത പേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം പഠിക്കുകയാണ്. നമ്മളെ പോലുള്ള മറ്റൊരാളെ, അള്ളാഹുവിനെയും നബീനെയും ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ നബീനെ വിശ്വസിക്കുന്ന മറ്റൊരാളെ കണ്ടാൽ അല്ലേ, നമ്മൾ മറ്റൊരാളെ കണ്ടാൽ ആദ്യം എന്താ ചെയ്യണ്ടേ? അസ്സലാമു അലൈക്കും എന്ന് പറയണം അല്ലേ? ഇതാണ് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കണ്ടപ്പോൾ ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു, കൈ കൊടുത്തിട്ട്. ഓക്കെ, അതേപോലെ നമ്മൾ ചെയ്യലില്ലേ? നിങ്ങൾ ചെയ്യലില്ലേ? ഇൻഷാ അല്ലാഹ് എപ്പോഴും ചെയ്യണം. അങ്ങനെ അസ്സലാമു അലൈക്കും നമ്മൾ അവരോട് പറഞ്ഞാൽ അവർ തിരിച്ചിട്ട് എന്താ പറയണ്ടേ? വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ എന്താക്കണം? തിരിച്ച് പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വലിയവരെ കണ്ടാലും ചെറിയവരെ കണ്ടാലും ഒക്കെയും നമ്മൾ എന്താക്കണം? ആദ്യം അവരോട് പറയേണ്ട വാക്ക് അസ്സലാമു അലൈക്കും. അവർ തിരിച്ചിട്ട്
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയണം. ഇനി നമ്മളോട് ഇങ്ങോട്ട് ആരെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നിർബന്ധമായിട്ടും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയണം. ഇല്ലെങ്കിൽ കുറ്റം കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല മക്കളായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ യൂണിറ്റ് 2 തുടങ്ങാണ്.